വിജ്ഞായ ധർമ്മപതയേ വിധിനൈപുണായ യോഗായ സാഖ്യശിരസേ പ്രകൃതീശ്വരായ നാരായണായ ഹരയേ നമഃ ഇത്യുദാരം ഹാസ്യൻ മൃഗത്വമപിയ സമുദാജഹാര. ഭഗവാനെ, ഇനിയൊരു മനുഷ്യജന്മം തരുകയാണെങ്കിൽ ആ മനുഷ്യജന്മത്തിൽ ഞാൻ അങ്ങയെ മാത്രമേ ബന്ധുവായി കണക്കാക്കൂ. ഈ ലോകത്തിൽ യാതൊന്നിനോടും ബന്ധമില്ലാതെ അങ്ങ് മാത്രം ആർത്തബന്ധുവായിട്ട് അങ്ങനൊരു മനുഷ്യജന്മം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് ആ ശരീരത്തെ ഉപേക്ഷിച്ചു. വീണ്ടും ഭരതൻ എന്ന പേരിൽ തന്നെ അദ്ദേഹത്തിനൊരു മനുഷ്യജന്മം ഭഗവാൻ നൽകി. മനുഷ്യജന്മം എന്ന് വെച്ചാൽ എത്രയോ ഉത്കൃഷ്ടമായതാണ് അല്ലേ? ഈച്ച പൂച്ച പാറ്റ പന്നിയായി 80-84 ലക്ഷത്തോളം യോനികളിൽ മാറി മാറി ജനിച്ച് അത്രക്ക് ഉയരത്തിലെത്തിയിരിക്കണ ജന്മമാ മനുഷ്യജന്മം എന്ന് വെച്ചാലേ. അപ്പോൾ ഉയരം കൂടുന്തോറും ഇപ്പം ഈ താഴത്തിരിക്കുന്ന ആൾക്ക് പേടിക്കണ്ട, ഉറങ്ങിയാലും വീഴില്ല. ഉയരം കൂടുമ്പോഴാണ് വീഴാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മനുഷ്യജന്മം എന്ന് വെച്ചാൽ ഭഗവാന്റെ അടുത്തെത്തി. പണ്ടൊരു മഹാത്മാവ് പറയണത് കേട്ടിട്ടുണ്ട്, ഭഗവാനും മനുഷ്യനും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താ വ്യത്യാസം എന്നറിയോ? ഭഗവാനെ ഒരു കയറുകൊണ്ട് കെട്ടിയാൽ മനുഷ്യനായി. ഏതാ കയറ്? കർമ്മപാശം. മനുഷ്യൻ്റെ കർമ്മപാശം എന്ന് പറയുന്ന കയറഴിച്ചാൽ ഭഗവാനായി. അത്രയ്ക്കടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഭരതൻ തീരുമാനിച്ചു, ഈ ഒരു മനുഷ്യജന്മത്തിൽ ലോകത്തിനോടൊരു ബന്ധവും തനിക്കുണ്ടാവില്ല. ഏറ്റവും അധികം ബന്ധുക്കളെ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ആളാരാ? ഏറ്റവും അധികം ബന്ധുക്കളെ ഉണ്ടാക്കിത്തരുന്ന ഇന്ദ്രിയമേതാ? കണ്ടിട്ടാണോ അധികം ബന്ധം വരിക? കേട്ടിട്ടാണോ അധികം വരിക? തൊട്ടിട്ടാണോ വരിക? മണത്തിട്ടാണോ വരിക? സംസാരിച്ചിട്ടാണോ? ഏറ്റവും അധികം ബന്ധുക്കളെ. ഫോണ് വാങ്ങിയപ്പോൾ അതിലൊരു 10-300 കോണ്ടാക്റ്റ് നമ്പറൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം 1500 1500 കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ ഇത്രയൊക്കെ ആൾ? ഈ നാവൊറ്റൊരുത്തൻ പറ്റിക്കണ പണിയാണ് അല്ലേ? നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നടുത്തിരിക്കുന്ന ആൾ ചോദിച്ചാൽ പിന്നെ എവിടെയെങ്കിലും ഒരു ബന്ധത്തിലേക്ക് എത്തിക്കും. അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ബന്ധുക്കളാട്ടോ. ഫോൺ നമ്പർ കൊടുത്തു, ഫോൺ നമ്പർ വാങ്ങി. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ നമ്മുടെ നാവിനെ, അതുകൊണ്ടാണ് ഏകാദശ സ്കന്ധത്തിൽ പറയണത് ജിതം ജിഹ്വേ ജിതസർവം അല്ലേ? നാവിനെ ഒന്ന് നിയന്ത്രിച്ചോളൂ. നാവിനെ നിങ്ങൾ വെറുതെ വിട്ടുവോ, ഇവൻ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടേ തിരിച്ചു വരുള്ളൂ. അതുകൊണ്ട് ആരോടും സംസാരിക്കാതെ ഭരതൻ വളരുന്നു അല്ലേ? അപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യം പറയുമ്പോൾ നമ്മൾ സ്വതവേ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, മൂകം കരോതി വാചാലം. മൂകനെ വാചാലനാക്കി ഭഗവാൻ. പക്ഷെ ഭാഗവതം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, മൂകനെ വാചാലനാക്കാൻ മാത്രമല്ല, വാചാലനെ മൂകനാക്കാനും ഭഗവാൻ തന്നെ വിചാരിച്ച സാധിക്കും. അങ്ങനെ മൂകനായ ആ ഭരതനെ ജഡഭരതൻ എന്ന ലോകം പരിഹസിച്ചു. വൃഷ ഇവ ശീതോഷ്ണവാത വർഷേഷു. ഏതു വെയിലത്തും ഏതു മഴയത്തും ഏതു മഞ്ഞിലും ഒരു മുതുക്കൻ കാളയെപ്പോലെ പണിയെടുക്കുന്നതായ തടിച്ചു കൊഴുത്ത ശരീരത്തോടു കൂടിയ ആ ഭരതനെ നാട്ടുകാരൊക്കെ പണിയെടുപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഭരതൻ്റെ വീട്ടുകാരെ പണിയെടുപ്പിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല നല്ല ഭക്ഷണം കൊടുത്തു. പിന്നെ ഇതെന്ത് കൊടുത്താലും കഴിക്കണ സൈസാണെന്ന് കണ്ടപ്പോൾ കണപിണ്യാപലീപരണ കുൽമാഷസ്ഥാലീ പുരീഷാദീനമൃതവദഭ്യവഹരതി. പശു കഴിച്ച് ബാക്കിയുള്ള പിണ്ണാക്ക് വെള്ളം, പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞ് പിടിച്ച ഭാഗം, ഇതൊക്കെയാണത്രേ ഭരതന് തിന്നാൻ കൊടുക്കുക. എന്നാൽ പഞ്ചഭൂതാത്മകമായ തൻ്റെ ശരീരത്തിന് ഇതൊക്കെ ധാരാളം എന്ന ഭാവത്തിൽ അമൃത് കഴിക്കണ പോലെ കഴിച്ചു. ആ യോഗീശ്വരൻ്റെ ശരീരം തടിച്ചു കൊഴുത്തു വന്നു. ഭദ്രകാളി സവിധത്തിലേക്ക് കാട്ടുകൊള്ളക്കാർ ഭരതനെ ബലിക്കല്ലിലേക്ക് നരബലി കൊടുക്കാനായി ചേർത്ത് കടത്തിയപ്പോൾ ബ്രഹ്മതേജസ, പരമയോഗീശ്വരനായ ഭരതൻ്റെ ബ്രഹ്മതേജസ് സഹിക്കവയ്യാതെ
ആ ഭഗവതി വിഗ്രഹത്തിൽ നിന്നും ആവിർഭവിച്ച് സകല ദുഷ്ടന്മാരെയും വധിച്ച് ഭരതനെ തൻ്റെ 8 തൃക്കരങ്ങളെയും ചേർത്തു വച്ച് സാരസ്വതം കൊടുത്തനുഗ്രഹിച്ചു. ആ ഭഗവതി നൽകിയതായ ശങ്കരപ്രാണവല്ലഭയായ ആ അമ്മ കൊടുത്തതായ സാരസ്വതം രഘൂഗണൻ എന്ന രാജാവിന് ഭാഗവത ധർമ്മമായി പകർന്നു കൊടുത്തു ഭരതൻ. പ്രാരബ്ധങ്ങൾ അനേകം നിറഞ്ഞ ഈ ഭവാടവിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഗുരുനാഥന്മാരാകുന്ന കരിവണ്ടുകളെ ആശ്രയിക്കൽ മാത്രമാണ് മഹാരാജാവേ ഏക വഴി. തപസ് ചെയ്തതുകൊണ്ടോ വേദം ജപിച്ചതുകൊണ്ടോ അത് സാധിക്കില്ല. നച്ഛന്ദസ നൈവജല അഗ്നിസൂര്യേർവിനാ മഹൽപാദരജോഭിഷേകം. മഹാത്മാക്കളായ സജ്ജനങ്ങളായ ഭാഗവതന്മാരായ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഈ ഭവാടവിയിൽ നിന്ന് പ്രാരബ്ധക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് ഗുരുനാഥനെ ആശ്രയിക്കൂ എന്ന് തൻ്റെ ശിഷ്യനായ രഘൂഗണനെ ഭരതൻ പറഞ്ഞു പഠിപ്പിക്കുന്നതും. നമോ മഹദ്ഭ്യോസ്തു. ആദ്യം ഒരു സാധാരണക്കാരൻ എന്ന് കരുതി താൻ പല്ലക്കെടുപ്പിച്ചു. പല്ലക്ക് കുലുക്കിയപ്പോൾ ചീത്ത വിളിച്ചു. ഉറുമ്പിനെ ചവിട്ടാണ്ട് നടക്കണത് കണ്ടപ്പോൾ ഭ്രാന്തെന്ന് വിളിച്ചു. പക്ഷേ താൻ നിന്ദിച്ചത് ഒരു മഹായോഗീശ്വരനെ ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതായ രഘൂഗണൻ അന്നൊരു തീരുമാനമെടുത്തു. ഇനി ഞാൻ യുവാക്കളെ കണ്ടാൽ നമസ്കരിക്കും, സ്ത്രീകളെ കണ്ടാൽ നമസ്കരിക്കും, കുട്ടികളെ കണ്ടാൽ നമസ്കരിക്കും, വൃദ്ധന്മാരെ കണ്ടാൽ നമസ്കരിക്കും. കാരണം എനിക്കറിയില്ല ഇവരിൽ ആരാണ് ഭഗവാന്റെ ഭക്തൻ എന്ന്. അങ്ങനെ സർവഭൂതേഷു യഃ പശ്യേൽ, സർവഭൂതങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന ഭാവത്തിലേക്ക് തൻ്റെ ഉപദേശത്തിൽ കൂടി രഘൂഗണനെ അനുഗ്രഹിച്ച ഭരതൻ്റെ ചരിതത്തോടുകൂടിയാണ് പ്രിയവ്രത വംശം ഭാഗവതത്തിൽ സമർപ്പിച്ചത്. പിന്നീട് പരീക്ഷത്തിൻ്റെ സംശയം, ഈ പ്രപഞ്ചത്തിൽ മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ഭഗവാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മണ്ണിനെക്കുറിച്ചും വിണ്ണിനെക്കുറിച്ചും പാടിയാൽ അത് ഈശ്വര വർണ്ണനയാകുമെങ്കിൽ എനിക്ക് ഈ പ്രപഞ്ചസ്ഥിതിയെ പാടിത്തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭൂഗോളവർണ്ണന എന്ന പ്രകരണത്തിൽ കൂടി ഈ പ്രപഞ്ചസ്ഥിതിയെ മുഴുവനായിട്ട് പരീക്ഷിത്തു മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തു. അവിടെ 14 ലോകങ്ങളെയും വർണ്ണിച്ച് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നാമവൈഭവം കൊണ്ട് തൻ്റെ ഭണങ്ങൾക്ക് മുകളിൽ എടുത്തുയർത്തി നിൽക്കുന്ന അനന്തമൂർത്തിയുടെ വൈഭവത്തെ പാടി ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് പാപത്തിനനുസരിച്ച് അനുഭവിക്കേണ്ടി വരുന്ന നരകയാതനകളെ കൂടി പാടിയിട്ടാണ് പഞ്ചമസ്കന്ധം ഗുരുനാഥൻ സമർപ്പിച്ചത്.